ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നേ ബാലിന് പ്രായക്കൂടുതലാന്നും പറഞ്ഞിട്ട് ആകാശും ആര്യനും ധർമ്മനും എല്ലാം ചേർന്നിട്ട് ബാലിനെ ചെറുപ്പക്കാരനാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നരച്ച ആ താടി മീശയൊക്കെ ഒന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ ആദ്യ ശ്രമം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡൈയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? തന്റെ ബാഗിനകത്ത് സുകന്യയുടെ മേക്കപ്പ് കിട്ടുണ്ടെന്ന് ധർമ്മൻ അറിയായിരുന്നു. ധർമ്മൻ അത് പോയി എടുത്തോണ്ട് വന്ന് ഐലൈനറും കൺവെൻഷയൊക്കെ എടുത്തോണ്ട് മുഖത്തൂടെയൊക്കെ പെരട്ടുവാണ്. സഹായിക്കാനായിട്ട് ആനനും കൂടെ ചേർന്നു. അങ്ങനെ അവര് മൂന്നുപേരും കൂടെ ചെയ്യുന്ന സമയത്ത് ആകാശ് വീഡിയോസ് ഒക്കെ പിടിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ മുഖത്തൊക്കെ മൊത്തം ആകെപ്പാടെ തേച്ച് ഒരു പരിവാക്കി വെക്കുവാണ് ബാലനെ. പിന്നീട് ആനന്ദ് നോക്കിട്ട് പറഞ്ഞു, കൊള്ളാം, ഇപ്പൊ അച്ഛനെ കണ്ടാ സുന്ദരനായിട്ടുണ്ട്. അച്ഛൻ ഒന്നുകൂടെ ചെറുപ്പമായിട്ടുണ്ടെന്ന് പറഞ്ഞു. മദ്യലഹരിയല്ലേ, അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. നരച്ച താടിയൊക്കെ ഒന്ന് കറുത്തു വന്നു കഴിഞ്ഞപ്പത്തിനും 10 വയസ്സ് കുറഞ്ഞതുപോലെ. ആര്യം പറഞ്ഞു, ഇനിയിപ്പൊ എന്റെ അച്ഛനെ കണ്ട് ആരും അപ്പൂപ്പാന്നൊന്നും വിളിക്കില്ല. അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഈ സമയം ധർമ്മം പറഞ്ഞു, പക്ഷേ ഒരു കുഴപ്പമുണ്ട് അളിയാന്ന് പറഞ്ഞു. എന്താടാ ധർമ്മ? അതെ, ഇപ്പൊ അളിയനെ കണ്ട ഭയങ്കര ചെറിയ പ്രായമാ. പക്ഷെ എന്റെ ചേച്ചിക്ക് ഇപ്പൊ അളിയന് ഒട്ടും മാച്ചല്ലാന്ന് പറഞ്ഞു. കാരണം ചേച്ചി അളിയനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ആകാശ് പറഞ്ഞു, അത് ശരിയാ, അമ്മ അച്ഛനും ഇപ്പൊ ഒട്ടും മാച്ചല്ല. ഇപ്പൊ അച്ഛനെ കണ്ട സുന്ദരനാ. അച്ഛനും നല്ല ചെറിയ പ്രായമാ, ഞങ്ങളെക്കാളും ചെറുപ്പമായെന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് ഞാൻ ബാലൻ പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോ. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യണം? ചെന്ന് കഴിഞ്ഞിട്ട് വേറെ പെണ്ണ് കെട്ടണോന്ന് ചോദിച്ചു. പിന്നെ വേണ്ടേ? ഉറപ്പായിട്ടും. എടാ, അങ്ങനെയാണെങ്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് ട്രിപ്പ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോകാന്ന് പറഞ്ഞു. അത് കൊള്ളാം, അത് നന്നായിട്ടുണ്ട്. പക്ഷെ ചേച്ചിയും കൂടെ സമ്മതിക്കണം. ബാലൻ പറഞ്ഞു, പിന്നല്ലാതെ. എടാ, നീയൊക്കെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? ഇത്രയും നാളത്തെ ഗോമതി സ്റ്റോഴ്സ് ബാലൻ ആയിരിക്കില്ല ഇനി. ഈ ബാലനെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ ബാലിൽ നിന്നും പലതും പഠിക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ബാലനൊരു വീമ്പുറത്താനും പറയണം. ഒടുവില് അങ്ങനെ എല്ലാരും കൂടെ സന്തോഷിച്ച് ചിരിച്ച്, കാരണം ഇത്രയും കാലം ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആന്റെ ഒക്കെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ ബാലനുമായിട്ട് ഇത്ര അടുപ്പത്തില്. ജനിച്ചപ്പോ മുതല് ബാലൻ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. തൊടുന്നതിനും പിടിക്കുന്നതിനെല്ലാം കുറ്റപ്പെടുത്തലുകളും തല്ലും ബഹളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ തല്ല് കിട്ടിയേക്കുന്ന ആൾ ആര്യനാണ്. അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്വഭാവമാണ് ഇന്ന് ബാലൻ കാണിക്കുന്നത്. ബാലന്റെ ഉള്ളില് ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ള കാര്യം ധർമ്മനൊക്കെ മനസ്സിലാക്കുന്ന പോലെ ഇപ്പഴാ. അങ്ങനെ ഒടുവിൽ എല്ലാരും കൂടെ തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ബാലന് ആനന്ദിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. പക്ഷെ ഈ ഒരു ട്രിപ്പ് കൊണ്ട് ആകാശിലും ആര്യനിലും വരെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അവര് പോലും ഞെട്ടിപ്പോയി. കാരണം ബാലന് പണം മുടക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും ഇല്ലായിരുന്നു. സാധാരണഗതി ഗോമതി സ്റ്റോഴ്സ് ബാലൻ എന്ന് പറഞ്ഞാൽ 10 രൂപ മുടക്കേണ്ടടുത്ത് 1 രൂപ മുടക്കിയിട്ട് ഇത് മതി എന്ന് പറയുന്ന സ്വഭാവമാണ്. പക്ഷെ ഇവിടെ 10 രൂപ മുടക്കേണ്ടടുത്ത് 12 രൂപ മുടക്കിയിട്ടാണ് ബാലനിരിക്കുന്നത്. സ്റ്റാർ ഹോട്ടലും പിന്നെ നല്ല മുന്തിയനും ഫുഡും കാര്യങ്ങളും എല്ലാം കൊണ്ടും. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശം ആരിനും ഒക്കെ കിളി പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഉറങ്ങാത്ത ഒരാളുണ്ടായിരുന്നു, ഉദയഭാനുവിനെ എങ്ങനെയെങ്കിലും ബാലിന്റെ മുറിയിലൊന്ന് പോയി നോക്കണം. അവിടെയാണ് സ്വർണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപയുടെ സ്വർണം. സുകന്യയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ പണമാണ്. ആ സ്വർണം കൈക്കലാക്കിയിട്ടോ കാര്യമുള്ളൂ. എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങിന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഉദയഭാനു പതുക്കെ ബാലന്റെ മുറിയിലേക്ക് പോയി. ഈ സമയം ശ്രീദേവി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ശ്രീദേവിക്ക് മനസ്സിലായി തന്റെ അച്ഛൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാലച്ചന്റെ മുറി കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില സംശയങ്ങളൊക്കെ ശ്രീദേവിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ എന്തോ പ്ലാൻ ചെയ്തിട്ടോ, ഒന്നെങ്കിൽ വല്ല സ്വർണവും പണവും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അടിച്ചു മാറ്റണമെന്ന് അറിയത്തില്ല. അടിച്ചു മാറ്റാനാണെങ്കിൽ കൈയോടെ പിടികൂടണം. പിന്നീട് ഉദയഭാനു നേരെ ബാലന്റെ മുറിയിലേക്ക് ചെന്നു. ബാലന്റെ മുറിയിൽ അടച്ചിട്ട് കഥ തുറന്ന് അകത്തേക്ക് കയറി. അപ്പം കോമതിയും അനുവും ശ്രീദേവിയൊക്കെ വേറൊരു മുറിയിലായിരുന്നു കിടന്നിരുന്നത്. അതുകൊണ്ട് ബാലന്റെ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അകത്ത് കയറി പതുക്കെ അവിടെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീദേവി വരുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ബാലന്. ബാലനല്ല, ഉദയഭാനു അങ്ങനെ ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അങ്ങോട്ടേക്ക് ശ്രീദേവി വരുമെന്നുള്ളത്. അങ്ങനെ ശ്രീദേവിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ഉദയഭാനു ഞെട്ടിപ്പോയി. മോളെ, നീ എന്താ എവിടെയെന്ന് ചോദിച്ചു. അച്ഛനെ ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് ശ്രീദേവി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. കാരണം ഹാളിനകത്തൊക്കെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കേൾക്കുമല്ലോ. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ചോദിച്ചു, എന്താച്ചാ അച്ഛൻ എന്തായിരുന്നു ബാലച്ചന്റെ മുറി പരിപാടി എന്ന് ചോദിച്ചു. ഒന്നുമില്ല മോളെ, പിന്നെന്താ, എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ. സത്യം എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, അതാ നല്ലതെന്ന് പറഞ്ഞു. എന്റെ മോളെ, അച്ഛനെ ആ മുറിയുടെ അളവൊന്ന് നോക്കുമായിരുന്നു പറഞ്ഞു.
അളവോ? അതേനെ. സാധാരണ മുറിയൊക്കെ 10ക്ക് 10 വേണം. ഇത് 10ക്ക് 8 ഉള്ളൂ. ഹോ, അങ്ങനെയുള്ള മുറികളൊക്കെ കഷ്ടകാലം. വെറുതെയല്ല ബാലനും ഗോമതിക്കും നല്ലൊരു ജീവിതം ഉണ്ടാവാത്തെ. നല്ലൊരു ജീവിതം. അതേന്നെ, ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ തീരാത്തതിന്റെ കാരണം അതാ. ആ മുറിക്കകത്ത് ബാലനും ഗോമതിയും താമസിച്ചിട്ടുണ്ടെങ്കിലേ അവർക്ക് സ്വസ്ഥതയോ സമാധാനം ഉണ്ടാകത്തില്ല. എന്നും ഓരോരോ പ്രശ്നങ്ങൾ കാണും. ഇത് കേട്ടപ്പോൾ ശ്രീദേവി രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചാൽ അച്ഛനോട് ഇതാരാ പറഞ്ഞേ? അച്ഛനെന്നാ ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ പഠിച്ചേ? എന്റെ മോളെ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ. പിന്നെ ഇന്ന് ഞാനത് നോക്കി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലാവുന്നേ. ശ്രീദേവി പറഞ്ഞു, അച്ഛാ, അച്ഛനെ ഞാൻ ഇന്ന് ഇന്നലല്ല കാണുന്നേ. അച്ഛന്റെ അടവോ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. സത്യം പറ, എന്തിനാ കയറിയെന്ന് ചോദിച്ചു. എന്റെ മോളെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയിക്കോണം. ഒരു നിമിഷം പോലും ഇവിടെ കണ്ടുപോയേക്കല്. അവിടുന്ന് സ്വർണ്ണോ പണോ എന്തോരം അടിച്ചു മാറ്റാൻ വേണ്ടി വന്നല്ലേന്ന് ചോദിച്ചു. മോളെ, ഞാൻ അങ്ങനെ ചെയ്യുവോ? നിന്റെ അച്ഛനെ നിനക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. ഈ ലോകത്ത് ആരെയൊക്കെ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും എന്റെ അച്ഛനും അമ്മയും ഞാൻ വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ അത്ര തരികട പരിപാടികൾ ചെയ്യും. ധർമ്മമ്മന്റെ കല്യാണത്തിന് ഞാൻ കണ്ടതല്ലേ. പിന്നെ എന്റെ കല്യാണം നടത്തിയത് എങ്ങനെയാണെന്ന് അറിയാലോ. ഇനി കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഉദയഭാനു പറഞ്ഞു, മോളെ, അങ്ങനെയല്ല, വേണ്ട, ഒന്നും പറയണ്ട, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൂടെന്ന് പറഞ്ഞു. ഇപ്പോഴങ്ങാനോ? നീ എന്താ പറയണേ? ഈ രാത്രി സമയത്ത് ഞാൻ എങ്ങനെ പോണേ? അതൊന്നും എനിക്കറിയത്തില്ല. ഇവിടുന്ന് പോയാൽ മതിയാവുള്ളൂ. ഇവിടെ കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയവന് പറഞ്ഞു, മോളെ, രാവിലെ ആകുമ്പത്തേനും ഗോമതിയൊക്കെ ചോദിക്കില്ലേ ഞാൻ എവിടെയെന്ന്? അതിനൊക്കെയുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. അല്ല, ബാലൻ പറഞ്ഞിരിക്കുന്നേ എന്നോട് ഇന്ന് ഇവിടെ കഴിയണമെന്നല്ലേ? അതെ, ഞാൻ പറഞ്ഞോളാം. അച്ഛന് തിരക്കായിട്ട് പോകേണ്ട വന്നത്, പെട്ടെന്ന് പോകേണ്ട വന്നു. അതുകൊണ്ടാണ് അമ്മയോടൊന്നും പറയാൻ പറ്റാത്തതെന്ന്. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നേക്കരുത്. നാണം ഉണ്ടെങ്കിൽ അച്ഛൻ ഇവിടെ നിൽക്കുമായിരുന്നോ? ആനന്ദേണ്ണ ഇല്ലാത്ത ഭാഗ്യമായി പോയി. ആനന്ദേണ്ണ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതം മാട്ടപ്പുറത്തിരിക്കാൻ തേങ്ങ പോലെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേനും എന്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയില്ല. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിവിടുമെന്ന് പറഞ്ഞിട്ട് ആനന്ദേണ്ണ ഇരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അച്ഛന്റെ തോന്നിയാസ പരിപാടിയും കൂടെ ഇതോടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ പിന്നെ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? എന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു അച്ഛനും അമ്മയും നിങ്ങളെപ്പോലെ രണ്ട് വ്യക്തികളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് പോയിക്കോണമെന്ന് പറഞ്ഞ് രാത്രിക്ക് രാത്രി തന്നെ ശ്രീദേവി അടിച്ചിറക്കുവാണ് ഉദയഭാനുവിനെ. ഉദയഭാനുവിന് വേറെ ഗത്യന്തരം ഇല്ലായിരുന്നു. പോകാതിരിക്കാൻ പറ്റില്ല. പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് വന്ന് സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങണത്. ഇത്ര സമയം വല്ലാത്തൊരു മനസ്സമാധാനക്കേടായിരുന്നു. എങ്ങാനും ഇനിയിപ്പം തന്റെ അച്ഛൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർ കണ്ടുപിടിച്ചാലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അച്ഛനൊന്നും അടിച്ചു മാറ്റിയിട്ട് പോയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഗോമതി ശ്രീദേവി പറഞ്ഞു, മോളെ, അച്ഛനെ കൊണ്ട് ചായ കൊടുക്കാനൊക്കെ പറഞ്ഞപ്പോഴാണ് ശ്രീദേവി പറയുന്നത്, അച്ഛൻ രാവിലെ പോയെന്ന് പറഞ്ഞു. പോയെന്നോ? ഇപ്പം? ആ, രാവിലെ പോയായിരുന്നു, എന്നോട് പറഞ്ഞു. പിന്നെ രാവിലെ ആയതുകൊണ്ട് വെളുപ്പിനായതുകൊണ്ട് അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ പറയാതിരുന്നേന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? അല്ലെ, അച്ഛന് പെട്ടെന്നൊരു ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചു. അപ്പൊ അതുകൊണ്ട് പോയതാ എന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ. ഗോമതി ഒന്നും പിന്നെ കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല. അങ്ങനെ ശ്രീദേവി തടി തപ്പുന്നുണ്ട്. ശ്രീദേവിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, മിത്രയും മീനാക്ഷിയൊക്കെ ചോദ്യം ചെയ്യുന്നു. കാരണം അവർക്ക് ഇത്തിരി ബുദ്ധിയുള്ള കൂട്ടത്തിലാ രണ്ടുപേരും. ഗോമതിയെ പോലെയല്ല. ഗോമതിയോട് പിന്നെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. പക്ഷെ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ശ്രീദേവി പറഞ്ഞ് എല്ലാവരും വിശ്വസിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ശ്രീദേവിയുടെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഉടനെ തൻ്റെ ഇവിടുത്തെ ജീവിതം അവസാനിക്കാൻ പോവാ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. ആ സമയത്ത് കൃഷ്ണമംഗലത്ത് അച്യുതൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ആ കോറിയുടെ കാര്യത്തിൽ ഇതുവരെയായിട്ടും തനിക്ക് സാക്ഷ്യം കിട്ടിയിട്ടില്ല. മീനാക്ഷിയുടെ എല്ലാത്തിനും കാരണം അവൾക്കിട്ട് പണി കൊടുക്കണം, അല്ലെങ്കിൽ തനിക്കിനിയിപ്പം ആ കോറിക്ക് സാക്ഷ്യം കിട്ടാനും പോകുന്നില്ല. അങ്ങനെ പണി കൊടുക്കാൻ തീരുമാനിക്കുന്നൊക്കെയുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.